നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സർക്കാർ കാർഷിക നയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവാണ്. 2020-ൽ 3 കാർഷിക നിയമങ്ങൾ അവതരിപ്പിച്ചതിൽ നിന്നാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വിവാദം ഉടലെടുത്തത്. അവ പിന്നീട് വ്യാപകമായ പ്രതിഷേധങ്ങൾക്കാണ് വിധേയമായത്. പഞ്ചാബിലും ഹരിയാനയിലും ഇതിനെ ചൊല്ലി ശക്തമായ പ്രതിഷേധങ്ങൾ ഉടലെടുത്തു. കർഷക സമൂഹത്തിന്റെ ചിലവിൽ കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്കായി സർക്കാർ ഇടപെടുകയാണെന്നും ഈ സർക്കാർ കർഷക വിരുദ്ധമാണ് എന്നും വിമർശകർ മുദ്രകുത്തി. എന്നാൽ കർഷകരുടെ ജീവിതവും ഉപജീവനവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള 7 പ്രധാന പദ്ധതികൾക്ക് അടുത്തിടെ അംഗീകാരം ലഭിച്ചതോടെ സർക്കാരിനെ ചുറ്റിപ്പറ്റിയുള്ള കർഷക വിരുദ്ധ പ്രതിച്ഛായ തകരുകയാണ്. കർഷകരോട് കേന്ദ്രത്തിന് എത്രമാത്രം അനുഭാവമുണ്ട് എന്ന് ഇത് കാണിക്കുന്നുവെന്ന് പലരും പറയുന്നുണ്ട്. കാർഷിക മേഖലയിലെ ഉദാരവൽക്കരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത 3 കാർഷിക നിയമങ്ങൾ കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള വിപ്ലവകരമായ നടപടികളായിട്ടാണ് സർക്കാർ ആദ്യം ചിത്രീകരിച്ചത്. നിയന്ത്രിത MPMC മാർക്കറ്റുകൾക്ക് പുറത്ത് കർഷകരെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അനുവദിക്കുക, കരാർ കൃഷി പ്രാപ്തമാക്കുക, അവശ്യവസ്തുക്കളുടെ സ്റ്റോക്ക് ഹോൾഡിംഗ് പരിധികൾ നീക്കം ചെയ്യുക എന്നിവയാണ് നിയമങ്ങൾ ലക്ഷ്യമിട്ടത്. ഈ പരിഷ്കാരങ്ങൾ കർഷകർക്ക് കൂടുതൽ വിപണി പ്രവേശനവും വില നിർണയ വഴക്കവും നൽകുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. എന്നിരുന്നാലും സർക്കാരിന് കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നു. പ്രാഥമികമായി ഈ നിയമങ്ങൾ മിനിമം താങ്ങുവില സമ്പ്രദായം ഇല്ലാതാക്കുമെന്നും കർഷകരെ വൻകിട കോർപ്പറേറ്റുകളുടെ ചൂഷണത്തിന് ഇരയാക്കുമെന്നുമുള്ള ഭയം ഉടലെടുത്തു. തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾ തീവ്രവും ഏറെ നാൾ നീണ്ടു നിൽക്കുന്നതുമായിരുന്നു. കർഷക സമൂഹത്തിന്റെ ആശങ്കകളോട് സർക്കാരിന് പ്രതിബദ്ധതയില്ലെന്ന തരത്തിൽ മാധ്യമങ്ങൾ ചിത്രീകരിച്ചു. ബി.ജെ.പിയെ കർഷക വിരുദ്ധമെന്ന് മുദ്രകുത്തി പ്രതിപക്ഷ പാർട്ടികൾ ആ അതൃപ്തി മുതലെടുത്തു. എല്ലാത്തിനുമൊടുവിൽ 2021 നവംബറിൽ നിയമങ്ങൾ അസാധുവാക്കാനുള്ള നടപടി പ്രധാനമന്ത്രി സ്വീകരിച്ചു. ഈ നീക്കം ഒരു രാഷ്ട്രീയ ആവശ്യകതയായാണ് പലരും കണ്ടത്. പ്രതിപക്ഷത്തിന്റെ ആഖ്യാനം പൊതുബോധത്തെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഇതുയർത്തി. കാർഷിക നിയമങ്ങൾ തിരിച്ചടിയായിട്ടും മോദി സർക്കാർ കർഷകരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നത് തുടരുന്നുണ്ട്. 13,966 കോടി രൂപ അടങ്കലുള്ള 7 പ്രധാന പദ്ധതികൾക്ക് അടുത്തിടെ അംഗീകാരം നൽകിയത് ഇതിന്റെ തെളിവാണ്. സുസ്ഥിരതയും കാലാവസ്ഥാ പ്രതിരോധവും മുതൽ വരുമാന വർധനവും സാങ്കേതിക പുരോഗതിയും വരെ കാർഷിക മേഖല നേരിടുന്ന ബഹുമുഖ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ സംരംഭങ്ങൾ തെളിയിക്കുന്നത്. 2,817 കോടി രൂപ അനുവദിച്ച ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷനാണ് ഈ സംരംഭങ്ങളുടെ പ്രഥമ സ്ഥാനത്തുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബിഗ് ഡാറ്റ, ജിയോസ്പേഷ്യൽ ടെക്നോളജികൾ എന്നിവയുൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കാർഷിക രീതികളിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഈ ദൗത്യം ലക്ഷ്യമിടുന്നത്. കാർഷിക വിവരങ്ങളുടെ സമഗ്രമായ ഡിജിറ്റൽ ശേഖരമായ അഗ്രിസ്റ്റാക്കിന്റെ സൃഷ്ടിയും ഫാർമേഴ്സ് രജിസ്ട്രിയുടെയും വില്ലേജ് ലാൻഡ് മാപ്സ് രജിസ്ട്രിയുടെയും സ്ഥാപനവും ഫാം മാനേജ്മെന്റും തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയകളും കാര്യക്ഷമമാക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കർഷകരെ ഉപഭോക്താക്കളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ഇടനിലക്കാരുടെ പങ്ക് കുറയ്ക്കാനും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നുണ്ട്. കർഷകരുടെ വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിൽ സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നു എന്നത് 860 കോടി രൂപ അനുവദിച്ചുള്ള സുസ്ഥിര വികസന ഹോർട്ടികൾച്ചറൽ പദ്ധതിയിൽ വ്യക്തമാണ്. വൈവിധ്യമാർന്ന ഹോർട്ടികൾച്ചറൽ വിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ സംരംഭം കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. കൂടാതെ പ്രകൃതി വിഭവ മാനേജ്മെന്റ് പദ്ധതി 1,215 കോടി ബജറ്റിൽ ദീർഘകാല പ്രവർത്തനക്ഷമത ഉറപ്പാക്കിക്കൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന സുസ്ഥിര കാർഷിക രീതികളോടുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത അടിവരയിടുന്നു. ഈ പദ്ധതികൾ മോദി സർക്കാർ കർഷക വിരുദ്ധമാണെന്ന് ദീർഘകാലമായി ആരോപിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ മുഖത്തേറ്റ അടിയാണ്. ഈ സംരംഭങ്ങളുടെ ഗണ്യമായ സാമ്പത്തിക ചിലവും സമഗ്രമായ സ്വഭാവവും കർഷകരുടെ ജീവിതവും ഉപജീവനവും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള വ്യക്തമായ പ്രതിബദ്ധത പ്രകടമാക്കുന്നു. കാർഷിക നിയമ വിവാദം സർക്കാരിന്റെ പ്രതിച്ഛായയിൽ താൽക്കാലിക വിള്ളൽ സൃഷ്ടിച്ചിരിക്കാമെങ്കിലും ഈ പുതിയ പദ്ധതികളുടെ ദീർഘകാല ആഘാതം ബി.ജെ.പി. യഥാർത്ഥത്തിൽ കർഷക അനുകൂലമാണെന്ന ധാരണ ശക്തിപ്പെടുത്താൻ സാധ്യത ഏറെയാണ്.